ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ചൂമ്പയിൽ പള്ളിപ്പെരുന്നാളാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും സാരി അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്, ഫുൾ തിരക്കാണ്. ഇപ്പം സമയം 8 മണി, നമുക്ക് 11 മണിക്കാണ് പെരുന്നാൾ. അപ്പോൾ ഓരോരുത്തരും ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്ത് അകത്തോട്ട് വരാം. അവരിപ്പം ഭയങ്കര ആർട്ടിഫിഷ്യൽ അഭിനയമൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാൻ പോയി. ഇവിടെ മീക മുടി ചെയ്യുന്നു. ഒരു ഹായ് പറയണ്ടോ? റൂം നിങ്ങൾക്ക് അരിയൊക്കെണ്ട. അലീന എന്താടി ചെയ്യണേ? തുന്നുന്നു. ഡെലീന തേക്കുന്നു. ഒരു പരിപാടിയും ചെയ്ത് ഇവിടെ ഒരുത്തി. ഇങ്ങോട്ട് നോക്കിയടി. എന്തോട്ടാ നീ കഴിക്കണേ? ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കണേ. ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടീസ് എന്താ? ഇന്ന് ആക്ച്വലി നമുക്കിവിടെ പള്ളിപ്പെരുന്നാൾ. അപ്പൊ നമുക്ക് ഇന്ന് പള്ളിപ്പെരുന്നാളാണ്. എത്ര മണിക്ക്? 11 മണിക്കാണ് പള്ളിപ്പെരുന്നാൾ. സോ ലൈക്ക് നമ്മൾ റെഡി ആവാൻ പോവാണ്. ഇതിനിടയിൽ ഞങ്ങളുടെ റീൽസ് വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ പറയണ്ട, കാരണം നമ്മൾ എടുത്തിട്ടില്ല. മറ്റേ എന്താ പറയാ, എടുക്കും എന്നാണ് ഒരു വിശ്വാസം. ഇനിയിപ്പോ വിശ്വാസല്ലേ എല്ലാം. അതെ അതെ. അപ്പോ ഇനിയിപ്പോ നമുക്ക് മീകയുടെ മുടി ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോലത്തിലൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർ വെച്ചിട്ട് സാരി എടുക്കണം. എല്ലാരും സാരി എടുപ്പിക്കണം. ഗ്രീനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം സ്ലോട്ട് ഭയങ്കര കുറവാണ്. അതെ, അത്രേ ഉള്ളൂ. ഡ്രൈ വേറെ രീതിയിൽ DR അല്ലേ? DR ഡ്രൈപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് പരിപാടിക്ക് പോവാം. അപ്പൊ ഡെലീനെ പരിചയപ്പെടുത്ത. ഇതുവരെ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാ. ഡെലീന എന്ന് പറയുന്നത് എന്റെ ജൂനിയർ ആണ്. പക്ഷെ അവള് ചില സമയത്ത് എന്റെ സീനിയറും ആവാറുണ്ട്. പുള്ളിക്കാരത്തി ഇവിടുത്തെ ഓളിനോളാണ്. പിന്നെ എന്താ പറയണ്ടത്? എടുത്തിരിക്കുന്ന ആള് ഡെലീനയാണ്. അത്രയൊക്കെ വേണോ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. കൈവേദന എടുക്കണം. നിങ്ങൾക്ക് സെപ്റ്റംബർ 5 ഞങ്ങളുടെ ഒരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട്. അതെ അതെ അതെ, നിങ്ങൾ ഞെട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിത്തെ വീഡിയോ വഴിയെ കാണാം. നോക്കിയപ്പോ ആരും കാണാതെ പുള്ളിക്കാരത്തി ട്രാൻസിഷൻ വീഡിയോക്ക് ലിബാമും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കും തന്ന ആരോടും പറയില്ല. അപ്പൊ എനിക്കെന്താ, നമുക്ക് രണ്ടുപേർക്കടാ, അയാളാരും പറയണ്ട. ഇത് നമ്മുടെ ഇടയിൽ മാത്രം നിൽക്കണം. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങാൻ മതി കേട്ടോ. മതി. വേറെ ഒന്നും എൻ്റെ മുഖത്ത് ഞാൻ ഇട്ടിട്ടില്ല. ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്. നാച്ചുറൽ ബ്യൂട്ടി അല്ലേ മീക? നമ്മളൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ജസ്റ്റ് മുഖം കഴുകിയല്ലേ ഉള്ളൂ നമ്മള്. സത്യമായിട്ടു. അയ്യോ, റൂം നിങ്ങൾ കാര്യമൊക്കെ റൂമിന്ന് ഇച്ചിരി മെസ്സാണ്. എൻ്റെത് അവളുടേത് കേട്ടോ. ഇത് മീകയുടെ റൂമാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലേ ഗൈസ്? അല്ലേ? ആ റൂമാട്ടോ, അതാണ് കേട്ടോ എൻ്റെ റൂം അല്ലേ? അല്ല, അത് ചുമ്മാ ഒന്ന് പറഞ്ഞോട്ടെ, ഇരുന്നോട്ടെ. അപ്പോൾ ഉണ്ടല്ലോ. അപ്പം ഇത് മതിയില്ലേ? ഇവിടെ എടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, ഗ്രീനെ ഇവിടെ ട്രൈപോഡ് ഫിക്സ് ചെയ്യുന്നു. ഈ അലീനയും മീഗ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കുന്നു. ഇവരെന്തീ കാണിക്കുന്നേ? മറ്റേ മരത്തിന്റെ അടിയിലെ യക്ഷി എന്നൊക്കെ കേട്ടല്ലേ? എന്റെ പൊന്നു ഗ്രീനെ മിണ്ടായിരിക്കും. കൂടി എന്നെ പറ്റിച്ചായിരുന്നു. ഞാൻ അവിടെ റൂം എടുത്തപ്പോ ഇവിടെ യക്ഷി ഉണ്ട്. എന്നിട്ട് ഡെലീനെ എനിക്കൊരു പിക്ക് അയച്ചിരുന്നു. ഡെലീനെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ പിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇങ്ങനെ നിൽക്കണ യക്ഷിയുടെ. മതി കഴിഞ്ഞൊരു വീഡിയോ എടുത്തു കഴിഞ്ഞു. ഓ, വെയിലടിക്കാതിരിക്കാൻ ബുദ്ധിപൂർവ്വം ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന രണ്ട് ആക്ട്രസ്. ഓ, ആക്ട്രസ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ഗൈസ്, ഞാനിവിടെ വേറൊരു സുന്ദരീനെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇതാണ് റെബേക്ക. ഫ്രണ്ട് ക്യാം ഇടാ. സോ അലമ്പാക്കല്ലേ. ആ ശരിയാണ്, അവളെ നമുക്ക് ശരിയാക്കാം. പോയി ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങളൊക്കെ അലമ്പായിട്ട് വെക്കണം. ആ നേഹ നല്ല ഡ്രസ്സ് പോയിട്ടേക്കണം. ഞങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഡ്രസ്സ് ഇട്ടേക്കണേ. അതിനാണ് അവിടെ അടി. ഗൈസ്, നീ നിന്നെ പരിചയപ്പെടുത്തു.
എന്റെ പേര് റബേക്ക. ഡെലീനയുടെ ഫ്രണ്ടാണ്. ഇവരൊക്കെ നമ്മുടെ ജൂനിയേഴ്സ് ആണ്. ഡെലീന എന്റെ റൂമിൽ അവിടെ സാരി തേച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നിനക്ക് എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ബ്ലൗസ് തേക്കുന്നു. എല്ലായിടത്തും ഒന്ന് തേപ്പാണ് ഫുള്ള്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. എന്താണ് എന്റെ യൂട്യൂബ് ചാനൽ? എന്താണ് ഇവിടെ ഒച്ച? അത് ഇതാ ഓഫ് ആയതാ. ഓക്കെ, എന്താണ് യൂട്യൂബ് ചാനലിനോട് ആൾക്കാരോട് പറയാനുള്ള? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടൂ കട്ടിയില്ല. ഇന്ന് പെരുന്നാൾ നമ്മൾ പൊളിക്കില്ലേ? പൊളിക്കും പിന്നല്ല, സൂപ്പറാക്കും. ശരി, ഞങ്ങള് ട്രാൻസിഷൻ എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. എന്തൊട്ട് നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കണ? എന്തൊട്ട് നമ്മള് വീഡിയോയില് ചെയ്യണ? ഞാനിങ്ങനെ വരുന്നു, നിങ്ങൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, എടി ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ ഒരു പേട്ട ലുക്ക് എടുക്കണ്ടേ? അത് പക്ഷെ എങ്ങനെ എടുക്കും? ഇപ്പൊ കാണിച്ചു തരാം. 1 2 3 സാർ. ഓക്കെ, ഞങ്ങൾ ട്രാൻസിഷനൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോയി റെഡി ആവാണ്. സാരി എടുക്കാൻ പോവാ. കണ്ണ് ഇച്ചിരി ഓവറായി തോന്നുന്നുണ്ട്. എന്തിനൊക്കെ പറയടേ. മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാണ്. എന്നെ മേക്കപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. റബേക്ക ഒന്ന് ബ്ലഷ് ഇട്ടോ. ഞാൻ മേക്കപ്പ് ഇട്ടിരുന്നു. കണ്ണൊന്നും ശരിയാക്കി തരും. ഓവറാക്കണ്ട. എല്ലാരും മാറി. ഇതിക്ക് മുമ്പ് കണ്ടവരല്ല ഇപ്പൊ. എങ്ങനത്തെ നിനക്ക് വേണ്ടേ? ഇതിന് ചേർന്ന സാധനം പേടിപ്പിക്കില്ല പിള്ളേർക്ക്. ജൂനിയറാന്നുള്ള ഒരു ഇതില്ല. ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. എനിക്കറിയാം കുറച്ച് പുട്ടിയൊക്കെ കൂടുതലാണ്, കുറച്ച് ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ റെഡിയായി ഫുൾ കാണിച്ചു തരാം കേട്ടോ. മീക, അലീന, നിങ്ങളെവിടെ? മീക ദേ, അലീന ബാ. അലീന ദേ, അലീന സുന്ദരി ഉണ്ടല്ലേ? പിടിച്ച് തീരുമാനേ ട്രൈപോഡിൻ്റെ അടുത്ത്. എൻ്റെ മുടി എനിക്ക് എത്ര ഒരു സുമാർ തോന്നല്ല, വേറൊന്നല്ല. ഓക്കെ, അയ്യോ ബാത്റൂം, സോറി ഗൈസ്, ക്ഷമിക്കണം. സുന്ദരിയാണെങ്കിൽ പറയണേ. നമുക്ക് പോവാം. ഞങ്ങളപ്പോ ഇനി ട്രാൻസിഷൻ എടുക്കാൻ പോവാ അല്ലേ? ഞങ്ങളുടെ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നേഹ അവിടെ ഭയങ്കര ബിസിയാണ്, ഫോൺ കോളിലാണെങ്കിൽ. ഞങ്ങൾ പോവുകയാണ്. പള്ളി തുടങ്ങിയിട്ടൊരു അരമണിക്കൂറായി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ പള്ളിയിലോട്ട് പോവാണ് ഗൈസ്. അണ്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. മീക പോയില്ലേ? മീക പോയി. അലീന എന്താ വാങ്ങിക്കാൻ പോണേ? പൊറോട്ടയും ബീഫും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മീക പോയി, അവള് ഷിഫ്റ്റിന് പോയി. നമ്മളെന്തൊക്കെയാ ഓർഡർ ചെയ്യണേ? നോട്ട്സ് എടുക്ക്. നമ്മൾ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്യാണ്. കാരണമുണ്ട് ഗൈസ്, ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. സോ ഞങ്ങൾ ഓർഡർ ചെയ്യാണ്. നെഹ ഓർഡർ ചെയ്യണേ. ഓ, നെഹനെ കാണാൻ പറ്റുള്ള. ഓക്കെ, നെഹ ഓർഡർ ചെയ്യുന്നത്. അത് നെഹ റിച്ചി നെഹയുടെ ചെലവെന്ന്. ഞാനാർക്കും കൊടുക്കൂലോ. അല്ല, അതിൽ അവരുടെ സാധനമുണ്ട്. രണ്ടുപേരല്ലേ, ബാക്കിയല്ലേ നമ്മുടെയല്ലോ. ബാക്കിയൊക്കെ നമ്മുടെയാണ്. ബാക്കി ഞാനും അലീനയും കൂടി കഴിക്കും. മീകയ്ക്ക് ഒരു പാഴ്സലും. ഒരു പൊറോട്ടയും ബീഫും 2 കാട ഫ്രൈ പറഞ്ഞാലും നമുക്ക്. ആ, 2 കാട 2
ഒന്ന് വായിക്കാൻ വെച്ചു. എങ്ങനെയുണ്ട് അലീനെ? നമ്മൾ ബിരിയാണി ഉണ്ട്, കാട ഫ്രൈ, കപ്പ ഇറച്ചി, മീഗയ്ക്ക് പൊറോട്ടയും ബീഫും. ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ. ഇവിടെ പിന്നെ ദോശ കടയുണ്ട്. ആ വ്ലോഗ് ഉണ്ടടാ. ഇത് വേറെ, ഇത് നമ്മുടെ എഡ്രിൻ. അപ്പോൾ നമ്മൾ മീഗയ്ക്കുള്ള പാഴ്സൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണല്ലേ. ഇപ്പോൾ വീട്ടിൽ പോവാ. എന്റെ സാരി കഴിഞ്ഞു തുടങ്ങിയപ്പോ നമ്മൾ ഇനി പയ്യെ പോവാണ്. മതി. അപ്പൊ നമ്മളിങ്ങി പയ്യെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന മീഗയുടെ കൂടെയാണ്. അപ്പൊ തിരിച്ച് ഏഡ്രന്റെ കൂടെ വീട്ടിൽ പോവാണ്. ചോദിക്കാണ് ഏഡ്രൻ ആരാന്ന് പരിചയപ്പെടുത്തില്ല. ഏഡ്രൻ നമ്മുടെ സീനിയറാണ്, പക്ഷെ പ്രായം കൊണ്ട് എൻ്റെ ജൂനിയറാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കുഞ്ഞി GPT അല്ലേ. ഞാൻ ഇവിടെ വലിയൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. അതെ, ശരി എന്നാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കുഞ്ഞി വ്ളോഗായിരുന്നു. എത്രത്തോളം നന്നായിട്ട് എനിക്ക് ക്ലാരിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പിന്നെ എന്തൊക്കെയോ വീഡിയോസാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നും അറിയത്തില്ല. എന്നായാലും തൂമ്പയിലെ ഒരു വിശേഷം, പള്ളിപ്പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. പൊതുവേ രാത്രിയാണ്, ഇത്തവണയാണ് രാവിലെ വെക്കുന്നത്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ബൈ.